നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയിൽ നാം പ്രതിപാദിക്കുന്ന നാളത്തെ ദിനം തിങ്കളാഴ്ചയാകുന്നു. തിങ്കളാഴ്ച നല്ല ദിവസമാണ്. കാരണം ചന്ദ്രൻ ഒരു ശുഭ നക്ഷത്രമാണ്. ചന്ദ്രന് ബലം വളരെ ദുർബലമാവുക അമാവാസ്യയാകുമ്പോഴാണ്. പൗർണമിയിൽ ചന്ദ്രന്റെ രശ്മികൾ പൂർണ്ണമായും സജ്ജമാകുന്നു. അങ്ങനെയാണ് പൗർണമി വെളുത്ത വാവുണ്ടാകുന്നത്. 2026 ഓഗസ്റ്റ് മാസം 3-ാം തീയതി. മലയാളം ദിനമാകട്ടെ 1201 കർക്കിടക മാസം 18-ാം തീയതി. നാളത്തെ തിഥി കറുത്തപക്ഷത്തിൻ്റെ 5-ാമത്തെ പഞ്ചമി തിഥിയാണ്. പഞ്ചമി തിഥി വരെ ചന്ദ്രൻ ബലവാനാണ്. വെളുത്തവാവ് കഴിഞ്ഞ് കറുത്തപക്ഷം 5-ാം തീയതി വരെ ചന്ദ്രൻ ബലവാനാണ്. നാളത്തെ നക്ഷത്രവും നല്ല നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രത്രയത്തിൽ പെടുന്ന 9 നക്ഷത്രങ്ങളുണ്ട്. അതിലൊരു നക്ഷത്രമാണ് ഉത്രട്ടാതി. ഉത്രത്രയങ്ങൾ ഉത്രമത്തം ചിത്രം, ഉത്രാടം തിരുവോണം അവിട്ടം, ഉത്രാടത്തെ രേവതി അശ്വതി. അതിനാൽ ശുഭകാര്യങ്ങൾക്ക് നാളത്തെ ദിനം വളരെ അനുകൂലമാണ്. ശുഭദിനമാണ്. തിങ്കളാഴ്ചയാണ്. തിഥിയും വലിയ കുഴപ്പമില്ല. അപ്രകാരം ഉത്രട്ടാതി നക്ഷത്രവുമാണ്. ഈ ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ശനിയാണ്. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഓം ശം ശനീശ്വരായ നമഃ എന്ന പ്രാർത്ഥനയോടുകൂടി അടുത്തുള്ള ശനീശ്വര ക്ഷേത്രത്തിൽ എന്ത് ചെയ്യാം? അവിടെ നെയ്വിളക്ക് സമർപ്പിക്കാം. അല്ലെങ്കിൽ ശനീശ്വരന് നീരാഞ്ജനമാകാം. അതുമല്ലെങ്കിൽ നവഗ്രഹത്തിൽ ശനീശ്വരനെ അർച്ചന ചെയ്യും. ശനി ധാരാളം ദേവതകളുണ്ട്. ശനീശ്വരന് ശാസ്താവ്, അയ്യപ്പൻ, വേട്ടക്കരൻ, കരിയാത്തൻ, കിരാതമൂർത്തി, പറശ്ശിനിക്കട മുത്തപ്പൻ, ഹനുമാൻ സ്വാമി. അതിനാൽ മേൽപ്പറഞ്ഞ ഏത് ദേവതാ വിഷയങ്ങളിൽ വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഗുണമാണെന്ന് അറിയാം. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കുമായി 11:20 മുതൽ 1 മണി വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്ക് സമയം കണ്ടെത്താവുന്നതാണ്. അത് യാത്രാ വിഷയമായാലും നിങ്ങളുടെ സാമ്പത്തിക വിഷയത്തിലായാലും ഒക്കെ തന്നെ നാളത്തെ ദിനം വളരെ അനുകൂലമായ ദിനമാണെന്ന് അറിയുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളത്തെ ദിനത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.